ന്യൂസ് ട്രെൻഡ്സ് ഇനി പോകുന്നത് വലിയൊരു തട്ടിപ്പുമായി ബന്ധപ്പെട്ട വാർത്തയിലേക്കാണ്. അതായത് കോട്ടയം ജില്ലയിലെ കൂട്ടിക്കലിലെ വിസ തട്ടിപ്പിൽ ആണ് ഇപ്പോൾ പ്രതിയായിട്ടുള്ള അനീഷ് എന്നയാൾ പിടിയിൽ ആയിട്ടുള്ളത്. ഈ ഒളിവിൽ കഴിയുകയായിരുന്നു അനീഷ് എന്നതാണ്. അനീഷിനെ കഴിഞ്ഞ ദിവസം കോഴിക്കോട് നിന്നാണ് പിടികൂടിയത് എന്നതാണ് വിവരം. പ്രതിയുടെ സ്ഥാപനത്തിന് റിക്രൂട്ട്മെന്റ് ഏജന്റ് ലൈസൻസ് ഇല്ല എന്നാണ് ഇപ്പോൾ പോലീസ് അറിയിച്ചിട്ടുള്ളത്. 100-ൽ അധികം പേരിൽ നിന്നാണ് വിസ വാഗ്ദാനം ചെയ്ത പ്രതി പണം തട്ടിയെടുത്തത് എന്നതാണ് വിവരം. അതായത് കേരളത്തിൻ്റെ തന്നെ പല ഭാഗത്തു നിന്നും ഉള്ള ആളുകൾ ഇവിടെ എത്തുകയും അങ്ങനെ വിദേശത്തേക്ക് പോകുന്നതിന് വേണ്ടി പണം നൽകുകയുമൊക്കെ ചെയ്തു എന്നതാണ് വിവരം. ഈ തട്ടിപ്പിനൊരു ആഴം എത്രത്തോളം എന്നത് വിശദമായി അന്വേഷിച്ചാൽ മാത്രമേ മനസ്സിലാകുകയുള്ളൂ. പക്ഷേ വലിയ തോതിൽ തൊഴിൽ തേടുന്നവരിൽ നിന്ന് അല്ലെങ്കിൽ വിദേശത്തേക്ക് പോകാൻ ആഗ്രഹിച്ചവരിൽ നിന്നൊക്കെ പ്രതിയായിട്ടുള്ള അനീഷ് പണം തട്ടുകയും അങ്ങനെ മുങ്ങുകയായിരുന്നു എന്നുമാണ് അറിയാൻ സാധിക്കുന്നത്. ഇപ്പോൾ പരാതിയുമായി എത്തിയിട്ടുള്ളവർ അത് ആ പ്രദേശത്ത് നിന്ന് മാത്രം ഉള്ളവരല്ല, പല ഭാഗങ്ങളിൽ നിന്ന് ഉള്ള ആളുകൾ പരാതിയുമായി എത്തിയിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അനീഷിനെ പിടികൂടണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നിരവധി ആളുകൾ രംഗത്ത് വന്ന സാഹചര്യത്തിലായിരുന്നു അനീഷിന് വേണ്ടി അന്വേഷണം നടത്തിയിരുന്നത്. ഇപ്പോഴിതാ പ്രതിയെ പിടികൂടിയിട്ടുണ്ട്. ചിത്രത്തിൽ കാണുന്നതാണ് പ്രതിയുടെ പേര് അനീഷ് ഉമ്മർ എന്നാണ്. പ്രതിയെ എന്തായാലും പിടികൂടാൻ സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ ആരിൽ നിന്നൊക്കെയാണ് പ്രതി പണം തട്ടിച്ചത് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ കൂടുതൽ വ്യക്തത കൈവരും എന്ന് വേണം നമുക്ക് പ്രതീക്ഷിക്കാൻ. പൊതുവിൽ അറിഞ്ഞിരുന്നത്, അതായത് എല്ലാവരുമായി ഏറ്റവും നല്ല ബന്ധമൊക്കെയാണ് ഈ അനീഷ് പുലർത്തിയിരുന്നത് എന്നതാണ് നമുക്ക് അറിയാൻ സാധിച്ചത്. ഓൺലൈൻ മീഡിയയിലുമൊക്കെ വളരെ സജീവമായിരുന്നു. നിരവധി പുരസ്കാരങ്ങളൊക്കെ നേടി എന്ന തരത്തിലൊക്കെ ഉള്ള റിപ്പോർട്ടുകളും ഒക്കെ പുറത്തു വിട്ടുകൊണ്ട് അങ്ങനെ ആളുകളിൽ കൂടുതൽ സ്വീകാര്യനായിരുന്ന ആണ്. പലപ്പോഴും ഈ തട്ടിപ്പ് നടത്തിയത് അനീഷാണ് എന്ന് പറയുമ്പോൾ പോലും പലർക്കും അത് വിശ്വസിക്കാനാകുമായിരുന്നില്ല എന്നതാണ് നമുക്ക് അറിയാൻ സാധിച്ചിരുന്നത്. ഓർക്കിഡ് കൺസൾട്ടൻസി എന്ന പേരിൽ ആണ് ഈ സ്ഥാപനം നടത്തിയിരുന്നത് എന്നതാണ്. അതായത് നിരവധി ആളുകൾ, ഏതാണ്ട് 1 വർഷത്തിന് മുകളിലൊക്കെയായി ആളുകൾ പണം നൽകി കാത്തിരിപ്പ് തുടരുന്നൊരു സാഹചര്യമുണ്ട്. പിന്നീട് ജോലിക്ക് വേണ്ടി പുറത്തേക്ക് പോകാൻ പറ്റിയില്ല. അതിനുശേഷം പണം തിരികെ ആവശ്യപ്പെട്ടു. അങ്ങനെ ആവശ്യപ്പെട്ടപ്പോൾ ആണ് ഈ പണം തിരികെ ലഭിക്കില്ല എന്ന് ബോധ്യപ്പെട്ടത്. അങ്ങനെയാണ് ആളുകൾ പരാതിയുമായി എത്തിയിട്ടുള്ളത്. പരാതിയുമായി എത്തുമ്പോഴാണ് നിരവധിയായ ആളുകൾ കബളിപ്പിക്കപ്പെട്ടിട്ടുണ്ട് എന്ന കാര്യം പുറത്ത് ആവുകയും ചെയ്യുന്നത്. ലക്ഷക്കണക്കിന് രൂപ പലരിൽ നിന്നായി കൈപ്പറ്റി എന്നുള്ളതാണ് വിവരം. ഇപ്പോൾ ശ്രീജിത്ത് ചേരുന്നുണ്ട്. ശ്രീജിത്ത് വലിയ സ്വീകാര്യനായ ഒരാൾ, നാട്ടുകാർക്കൊക്കെ പ്രിയപ്പെട്ട ഒരാൾ, പൊതുസമൂഹത്തിലൊക്കെ വളരെ മാന്യനായ ഒരാൾ എന്നാണ് പൊതുവെ അനീഷിനെ കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എങ്ങനെയായിരുന്നു ഈ തട്ടിപ്പ്? എത്രത്തോളം വലിയ തട്ടിപ്പാണ് നടന്നത് എന്നതിൽ വ്യക്തതയുണ്ടോ? അഭിലാഷ്, നമുക്ക് ലഭ്യമാകുന്ന വിവരം അനുസരിച്ച് ഏതാണ്ട് 130-ൽ പരം ആളുകളിൽ നിന്ന് പണം വാങ്ങി വിസയ്ക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ പണം വാങ്ങിയിരുന്നു. അത് കേവലം കോട്ടയത്ത് മാത്രമല്ല, കോട്ടയം ജില്ലയിൽ മാത്രമല്ല, സമീപ ജില്ലകളിലും പത്തനംതിട്ട ഉൾപ്പെടെയുള്ള ജില്ലകൾ, കോഴിക്കോട് പോലുള്ള സ്ഥലങ്ങൾ എന്നിവിടങ്ങളിൽ നിന്നൊക്കെയുള്ള ആളുകൾ ഈ ഒരു വിസയ്ക്കായി പണം നൽകിയിരുന്നു. ഫലത്തിൽ വിസ നൽകാതെ വന്നതോടുകൂടിയാണ് ഇതൊരു തട്ടിപ്പാണ് എന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയത്. പല പോലീസ് സ്റ്റേഷനുകളിലായിട്ടാണ് കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. കോട്ടയം ജില്ലയിൽ തന്നെ മുണ്ടക്കയം മാത്രമല്ല, മറ്റ് പല പോലീസ് സ്റ്റേഷനുകളിലും, പള്ളിക്കത്തോട്, അങ്ങനെ പല പോലീസ് സ്റ്റേഷനുകളിലും പരാതി എത്തിയിട്ടുണ്ടായിരുന്നു. എന്തായാലും മുണ്ടക്കയം പോലീസാണ് ഇപ്പോൾ ഇയാളെ പിടികൂടിയിരിക്കുന്നത്. കോഴിക്കോട് നിന്നാണ് ഇയാളെ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. അതായത് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി, ഏതാണ്ട് ഒരാഴ്ചയിലധികമായി വിവിധ തരത്തിലുള്ള പരാതികളൊക്കെ ഉയർന്നു വരുന്നു. ഇത്തരത്തിൽ പരാതിക്കാരുടെ എണ്ണം കൂടിക്കൂടി വരുന്നു. അതായത് ഒരു പരാതി കഴിഞ്ഞ് വീണ്ടും പുതിയ പുതിയ ആളുകൾ അറിഞ്ഞു വരുമ്പോഴാണ് ഇതൊരു വ്യാപകമായ തട്ടിപ്പാണ് എന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയത്. വിവിധ വിദേശ രാജ്യങ്ങൾ, യൂറോപ്പ് ഉൾപ്പെടെ വിവിധ വിദേശ രാജ്യങ്ങളിൽ വിസ ഓഫർ ചെയ്തുകൊണ്ടാണ്, വാഗ്ദാനം ചെയ്തുകൊണ്ടാണ് ഇയാൾ പണം വാങ്ങിയിരുന്നത്. ലക്ഷക്കണക്കിന് രൂപ ഓരോരുത്തരിൽ നിന്നും വാങ്ങിയിരുന്നു. ഫലത്തിൽ അങ്ങനെ ലക്ഷങ്ങളുടെ നഷ്ടമാണ് ഉണ്ടായിട്ടുള്ളത്. ഇതിൽ കൂടുതൽ ഓർക്കിഡ് കൺസൾട്ടൻസി എന്ന പേരിൽ ഒരു സ്ഥാപനം തന്നെ നടത്തിക്കൊണ്ടാണ് ഇയാളുടെ പ്രവർത്തനം മുന്നോട്ട് പോയിരുന്നത്. എന്തായാലും കോഴിക്കോട് ഒളിവിൽ കഴിയുകയായിരുന്നു. കഴിഞ്ഞ
3-4 ദിവസമായി തന്നെ പോലീസ് പരിശോധനയിലായിരുന്നു. പിന്നീട് കോഴിക്കോട് നടത്തിയ പരിശോധനയിൽ നിന്നാണ് ഇയാളെ പിടികൂടിയിട്ടുള്ളത്. എന്തായാലും ഇനി തുടർ നടപടികൾ ഉണ്ടാകും. ഈ പണം എങ്ങനെ തിരികെ, ഈ വിസയ്ക്ക് വേണ്ടി പണം നൽകിയവർക്ക് എങ്ങനെ തിരികെ നൽകാം എന്നത് സംബന്ധിച്ചുള്ള വ്യക്തത, ഇയാളുടെ പണം ഇയാളിൽ നിന്ന് എങ്ങനെ വീണ്ടെടുക്കാം എന്നതടക്കമുള്ള ആലോചനകളിലാണ് പോലീസ് ഉള്ളത്. യെസ്, അതായത് ഇപ്പോൾ തന്നെ ശ്രീജിത്ത് ഏതാണ്ട് 50-ലധികം പരാതികൾ തന്നെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്നതാണല്ലോ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇയാളിങ്ങനെ കൂടുതൽ പല അവാർഡുകളും നേടിയിട്ടുണ്ട്. അങ്ങനെയൊക്കെയുള്ള തരത്തിലുള്ള പരസ്യങ്ങൾ നൽകിയൊക്കെയാണ് ആളുകളെ, ചുരുക്കി പറഞ്ഞാൽ ഒരു നന്മമരം എന്ന നിലയിലാണ് അവിടെ പ്രവർത്തിച്ചുകൊണ്ടിരുന്നത് എന്നതാണല്ലോ അറിയാൻ സാധിക്കുന്നത്. ചില ആളുകൾക്കൊക്കെ ലക്ഷക്കണക്കിന്, അതായത് 1 ലക്ഷം രൂപ മുതൽ 10 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പോലുമൊക്കെ നഷ്ടമായ ആളുകളുണ്ട് എന്നതാണ് അറിയാൻ സാധിക്കുന്നതും ശ്രീജിത്ത്. അഭിലാഷ്, ഇതില് ഏതാണ്ട് 130ഓളം പേർക്ക് വിസ നൽകാനുണ്ട് എന്നുള്ളത് മനസ്സിലാകുന്നത്. ഈ വിസ നഷ്ടപ്പെട്ടവരുടെ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് രൂപീകരിക്കുകയും അങ്ങനെയാണ് അതൊരു 130 എന്ന കണക്കിലേക്ക് എത്തിയത്. ഇതൊരു അന്തിമമായ കണക്കല്ല. പരാതികൾ നിരവധി ആളുകൾ, അത് കേവലം ഏതെങ്കിലും ഒരു പോലീസ് സ്റ്റേഷനല്ല. സ്വാഭാവികമായും ഇതെല്ലാം കൂടി ചേർത്ത് ഈ പരാതികളെല്ലാം കോഴിക്കോട് അല്ലെങ്കിൽ മറ്റ് പത്തനംതിട്ട തൊട്ടടുത്തുള്ള ജില്ലകളിലൊക്കെയുള്ള പരാതികൾ ഒരുമിച്ച് കൊണ്ടുവന്ന് ചിലപ്പോൾ ഒരു പോലീസ് സ്റ്റേഷനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും DYSPക്കോ ഒക്കെ അന്വേഷണം ചുമതല നൽകാനുള്ള സാധ്യതയാണ്. സാധാരണഗതിയിൽ ഇത്തരം പല സ്റ്റേഷനുകൾ കേന്ദ്രീകരിച്ച് നടക്കുന്ന ഒരാൾ തന്നെ നടത്തിയ തട്ടിപ്പായതുകൊണ്ട് തന്നെ അത്തരം നടപടികളിലേക്ക് പോകുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും തീർച്ചയായും സ്വാഭാവിക ഇത്തരം കമ്പനികൾ, ഇത്തരം സ്ഥാപനങ്ങൾ അവാർഡുകൾ, പരസ്യങ്ങൾ അങ്ങനെ പലതും പ്രചരിപ്പിച്ചുകൊണ്ടാണ്, അതായത് വിശ്വസനീയതയാണ് ഇതിൽ വളരെ പ്രധാനമായിട്ട് ഉള്ളത്. അതുകൊണ്ട് തന്നെ വിശ്വസനീയത, ജനങ്ങളുടെ വിശ്വാസം ആർജിക്കുക എന്നുള്ളതിന് വേണ്ടി തന്നെയാണ് ഇത്തരം പ്രചരണങ്ങളൊക്കെ നടത്തിയിരുന്നത്. ആ പ്രചരണങ്ങളിൽ ഇത്രയധികം ആളുകൾ വീണു പോകുന്നു, അത് ഒരു വലിയ സംഖ്യ ഉണ്ട് ആളുകളുടെ എണ്ണം എന്നുള്ളത്. പിന്നെ ഓരോ രാജ്യത്തിനനുസരിച്ചിട്ടും ഒക്കെയാണ് പലതരത്തിലുള്ള തുക ഓരോരുത്തരിൽ നിന്ന് ഈടാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ തുകയുടെ അടക്കം കണക്കുകൾ എല്ലാം കൂടി ക്രോഡീകരിച്ച് വരുന്നതേ ഉള്ളൂ. എന്തായാലും ലക്ഷങ്ങളുണ്ട് എന്ന് നമുക്ക്, ലക്ഷങ്ങൾ എന്ന് പറഞ്ഞാൽ പോരാ, ഈ 100-ലധികം ആളുകൾ, 130 പേരെന്നൊക്കെ പറയുമ്പോൾ അത് കോടികളിലേക്ക് എത്താനുള്ള സാധ്യത തന്നെയാണ് സ്വാഭാവികമായി ഉയർന്നു വരുന്നത്. എന്തായാലും അനീഷ് ഉമ്മറിനെ ഇന്നലെയാണ് കോഴിക്കോട് നിന്ന് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. അയാളെ വിശദമായി ചോദ്യം ചെയ്തു വരികയാണ് മുണ്ടക്കയം പോലീസ്. തീർച്ചയായും ഒട്ടും പുതുമയുള്ള ഒന്നല്ല ഈ വിസ തട്ടിപ്പ്. വിദേശത്തേക്ക് കടത്താം എന്നൊക്കെ പറഞ്ഞ്, അല്ലെങ്കിൽ വിദേശത്തേക്ക് കൊണ്ടുപോകാം എന്നൊക്കെ പറഞ്ഞ് പൈസ തട്ടിക്കുന്നത് ഒട്ടും പുതുമയുള്ള ഒന്നല്ല. പക്ഷേ കേരളത്തിൽ നമുക്കറിയാം തൊഴിലന്വേഷകരുടെ എണ്ണം വർദ്ധിക്കുന്ന സാഹചര്യമുണ്ട്. വിദേശ തൊഴിൽ സ്വപ്നം കാണുന്നവരുടെ എണ്ണം വളരെ കൂടുതൽ ആണ്. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തെയാണ് ഇവർ മുതലാക്കുന്നത്. ഇതിൽ പക്ഷേ അതായത് നമുക്ക് ചുറ്റുമുള്ള ഇത്തരം സ്ഥാപനങ്ങൾ, അവർക്ക് എന്ത് ക്രെഡിബിലിറ്റിയാണ് ഉള്ളത്, അതിൽ ഒക്കെ ആർക്കും വ്യക്തതയില്ല. അതിന് ഒരു സംവിധാനം തന്നെ ഉണ്ടാകേണ്ടതുണ്ട് എന്നതാണ്. ഇത്തരം കൺസൾട്ടൻസികൾ വിദേശത്തേക്ക് കൊണ്ടുപോകും എന്നൊക്കെ വാഗ്ദാനം ചെയ്യുന്നവരുടെ ക്രെഡിബിലിറ്റിയെ സംബന്ധിച്ച് നിർണ്ണയിക്കുന്ന ഒരു സംവിധാനം ഇല്ല എന്നുള്ളതാണ്. ഇവർക്ക് ആര് ലൈസൻസ് നൽകുന്നു? ഇപ്പോൾ തന്നെ ഈ സ്ഥാപനം പഞ്ചായത്ത് ലൈസൻസ് പോലും ഇല്ലാതെയാണ് പ്രവർത്തിച്ചത് എന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.